ചില വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അവർ നന്ദിയില്ലാത്തവരാണ്, എൻ്റെ അടുക്കൽ അവരെ നന്ദി കാണിച്ചില്ല എന്നൊക്കെ പറയാറുണ്ട്. കാരണം അവരുടെ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ അവരെ സഹായിച്ചവരാണ്. പക്ഷെങ്കിൽ പിന്നീട് ഒരു നന്ദി അവരുടെ ഭാഗത്തുനിന്ന് കാണിച്ചില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കാണപ്പെടുന്ന മനുഷ്യനോട് നന്ദിയില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും കാണപ്പെടാത്ത ഒരു ദൈവത്തോട് നന്ദി കാണിക്കുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ പലപ്പോഴും പറയും, ആ വ്യക്തി എനിക്ക് എന്ത് ചെയ്തെന്നാണ് പറയുന്നത്, ആ വ്യക്തി എനിക്ക് എന്ത് ഉപകാരം ചെയ്തെന്നാണ് പറയുന്നത്. ആ ഒരു ചെറിയ കാര്യമോ? ഒരു പക്ഷേ ഇന്ന് നമ്മൾ പറയുന്ന ആ ചെറിയ കാര്യം ഇന്നലകളിൽ നമുക്ക് വലിയ കാര്യമായിരുന്നു. ഒന്നൊരു വാക്കുകൊണ്ട് നമ്മളെ ബലപ്പെടുത്തിയത്, നമ്മുടെ കൂടെ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തത്, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോണിൽ വിളിച്ചൊന്ന് അന്വേഷിച്ചത്, അല്ലെങ്കിൽ ചില സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തത്, അല്ലെങ്കിൽ ഒരു അവസരം തന്ന് നമ്മളെ കൈത്താങ്ങിയത്, അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് അവൻ എൻ്റെ സുഹൃത്താണെന്ന് 2 പേരോട് പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് അന്ന് വലിയ കാര്യങ്ങളായിരുന്നു. ഇന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളൊരു സ്ഥിരതയിലേക്ക് വന്നപ്പോൾ നമുക്കതൊരു ചെറിയ കാര്യമായിട്ട് മാറുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തോട് മാത്രമല്ല, മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.